ഹലോ, വെൽക്കം ടു അനദർ ഡേ ഓൺ പാരഡൈസ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് വ്യൂ ആണ് കാണിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേറെ നാൾ വെയിറ്റ് ചെയ്തു. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസണാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ദേ, ഈ കാണുന്ന ഇംഗ്ലീഷ് റോസസ് ആണ് ഞാൻ പറഞ്ഞ റീസൺ. സോ ഈ റോസസ് ഇയർലി ഒരു പ്രാവശ്യം മാത്രമേ ബ്ലൂം ചെയ്യത്തുള്ളൂ. അത് സ്പ്രിങ്ങിൻ്റെ ബിഗിനിങ്ങിലാണ്. അത് ബ്ലൂം ചെയ്യുമ്പം ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞു പിടിക്കും. ആൻഡ് ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. ഈ ഏരിയ ഫുൾ ഇതിൻ്റെ മണമായിരിക്കും. ആൻഡ് ഇതിന് ഏകദേശം ഒരു 100 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിയുന്നത്. ഇതിന് മുന്നേ ഒരു ജനറേഷൻ മുന്നേ ഉള്ള ആളുകൾ ആരോ പ്ലാന്റ് ചെയ്തതാണ് ഈ ഒരു ഇംഗ്ലീഷ് റോസ്. ഇത് നമ്മളുടെ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഈ വഴിയാണ് നമ്മൾ ലേക്കിലേക്ക് ഉള്ള നമ്മളുടെ എൻട്രൻസിലോട്ട് പോകാൻ പോകുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ ലേക്കിലേക്കുള്ള എൻട്രൻസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ കാണുന്നതാണ് നമ്മളുടെ ഗാർഡനിൽ നിന്നും ലേക്കിലേക്കുള്ള എൻട്രൻസ്. സോ ഇത് നമ്മൾ 2 ബിൽഡിങ്സ് ഷെയർ ചെയ്തിരിക്കുന്നതാണ്. മറ്റാരും ഇങ്ങോട്ടേക്ക് വരില്ല. സോ ഈ 2 സൈഡിലും നിങ്ങൾ ഈ കാണുന്ന ഈ നീളമുള്ള ചെടികളുണ്ട്. ഈ റീഡ് നമ്മൾക്ക് കട്ട് ചെയ്യാനൊന്നുള്ള പെർമിഷൻ ഇല്ല. നമ്മളുടെ എൻട്രൻസ് മാത്രം ജസ്റ്റ് നമുക്ക് നീറ്റാക്കി കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അപ്പുറം നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് ബേർഡ്സ് താമസിക്കുന്ന, അവർ ബ്രീഡിംഗ് സീസണിൽ മുട്ടയിടുകയും അവർ നെസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ ഒരു കാര്യങ്ങളും കട്ട് ചെയ്യാനോ മാറ്റാനോ ഒന്നും നമുക്ക് പറ്റില്ല. സോ ഇതാണ് നമ്മളുടെ ലേക്കിലേക്കുള്ള എൻട്രൻസ്. സോ ഭയങ്കര ലൈറ്റ് അടിക്കുന്നതുകൊണ്ടും ചെറുതായിട്ട് ഫോഗ് ഉണ്ടായതുകൊണ്ടും ഈ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ആ ദൂരെ കാണുന്ന ആ ടവർ ഉണ്ടല്ലോ, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 3 പള്ളികളിൽ ഒരെണ്ണം. രാവിലെ ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഒരു സൗണ്ടില്ല, കിളികളുടെ സൗണ്ട് ഒഴിച്ച് മറ്റൊരു ശബ്ദമോടെ കേൾക്കാനില്ല. ഭയങ്കര സൈലൻ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് സൺറൈസിൻ്റെ ടൈമിൽ. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയ നമ്മൾ 2 ഹൗസസ് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അധികം ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരാറോ ബഹളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരുപാട് കിളികൾ കൂട് വെക്കുകയും മുട്ടയിടുകയും ചെയ്യുന്നൊരു ആ ബോട്ടിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു നെസ്റ്റ് കാണാമല്ല, അവിടെ ഒരു ബേർഡുണ്ട്. ആ ബേർഡിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ അത് അതിനകത്ത് മുട്ടയിട്ട് അതിൽ ഇരിക്കുകയാണ്. പിന്നെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, അതെ ആ കാണുന്ന ഒരു സ്വാനിൻ്റെ കൂടാണ്. അവിടെ ഒരു 6 കുഞ്ഞുങ്ങളാണ് ഞാൻ കണ്ടത് മുട്ട വിരിഞ്ഞുണ്ടായത്. പിന്നെ പലപ്പോഴും നമ്മുടെ ഭാഗത്തേക്ക് നീന്തി വരും. ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ്. ഇപ്പോഴേക്കും ആ 6 കുഞ്ഞുങ്ങളൊക്കെ വലുതായി കേട്ടോ. പിന്നെ ഈ അരയന്നങ്ങളുടെ വെള്ള നിറം അവർ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് മാത്രമേ ആവത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. സോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പം ഏകദേശം 1 വയസ്സ് വരെ അവർക്കൊരു കുറച്ചൊരു വേറെ കളറാണ്, ഒരു ഗ്രേയിഷ് കളറാണ്. അതിനുശേഷം 1 വയസ്സ് അടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ വലിയ അരയന്നങ്ങൾക്ക് കാണുന്ന പോലെ പ്യുവറായിട്ട് വൈറ്റ് കളറായിട്ട് അവർ മാറുന്നത്. ഇപ്പം അവരെ നെസ്റ്റിൽ നിന്ന് ഇറങ്ങി 2 അരയന്നങ്ങളും 6 കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അവർ തിരിഞ്ഞു പോയി, എന്നെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിവേസ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് കോഫി സ്പോട്ടും കൂടെ കാണിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലെ ബെഡ്റൂം, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളവും പലപ്പുഴ അരയന്നങ്ങളെ കാണാം. പിന്നെ നമ്മളുടെ ഫ്രണ്ടിലെ ഇംഗ്ലീഷ് റോസസിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ ഗാർഡനിലുണ്ട്. അപ്പം അടുത്ത വ്ലോഗിലൂടെ ഈ ഐലൻഡിലെ മറ്റ് കാഴ്ചകളുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.